നിങ്ങൾ രാജിവെക്കൂ, രാജിവെച്ചാൽ ഒറ്റ മിനിറ്റിൽ ആ രാജി ഞാൻ അംഗീകരിക്കും. ഭീഷണി മുഴക്കിയ MLA-മാർക്ക് മുഖ്യമന്ത്രി നൽകിയ താക്കീതാണിത്. അങ്ങ് കർണാടകയിലാണ് സംഭവം. മുഖ്യമന്ത്രി DK ശിവകുമാർ ഈ താക്കീത് നൽകിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, കോൺഗ്രസ് MLA-മാർക്ക് തന്നെ. കാത്തുകാത്തിരുന്ന മുഖ്യമന്ത്രി പദം 2 മാസം മുൻപാണ് ശിവകുമാറിന് ലഭിച്ചത്. അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ വികസനം കഴിഞ്ഞ ദിവസം നടന്നു. മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന പലർക്കും നിരാശരാകേണ്ടിയും വന്നു. മുതിർന്നവർ ഉൾപ്പെടെ പലരും തഴയപ്പെട്ടു. ഇതോടെ പാർട്ടിയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. മന്ത്രിസ്ഥാനം ലഭിക്കാതെ വന്നതോടെ പല MLA-മാരും രാജിഭീഷണി മുഴക്കി രംഗത്ത് വന്നു. മുതിർന്ന നേതാവ് യശ്വന്തരായ ഗൌഡ വി പാട്ടീൽ MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇതാണ് മുഖ്യമന്ത്രി DK ശിവകുമാറിനെ ചൊടിപ്പിച്ചത്. നിങ്ങൾ രാജിക്കത്ത് നൽകിയാൽ മിനിറ്റുകൾക്കകം അത് താൻ അംഗീകരിക്കുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ശിവകുമാർ. ഇതോടെ വെല്ലുവിളി ഉയർത്തിയവരെല്ലാം പൊടിക്കടങ്ങിയിട്ടുണ്ട്. ശിവകുമാറിന്റെ ഈ വിഷയത്തിലെ നിലപാടും പ്രതികരണങ്ങളും വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ രാജികൾ ഉണ്ടാകും. രാജിവെക്കാൻ തയ്യാറാകുന്നവരെ ആർക്കും തടയാനാകില്ല. പാർട്ടിയാണ് പ്രധാനം. പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും. മുമ്പ് തനിക്കും മന്ത്രിസ്ഥാനങ്ങൾ നിഷേധിച്ചതും അന്നൊക്കെ ക്ഷമയോടെ കാത്തിരുന്നതും ഈ വെല്ലുവിളിക്കുന്ന MLA-മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശിവകുമാർ. ധരംസിംഗും സിദ്ധരാമയ്യയും മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അന്ന് തനിക്ക് രാജിവെക്കാമായിരുന്നു. എന്നാൽ അതല്ല ചെയ്തത്. താനും പരമേശ്വരിയും ഒക്കെ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും ക്ഷമ വേണമെന്നും പറയുന്നുണ്ട് മുഖ്യമന്ത്രി. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസിനെ 136 സീറ്റുകളോടെ ഭരണത്തിലേറ്റിയതിന്റെ ശില്പികളിൽ പ്രമുഖനാണ് അന്ന് PCC അധ്യക്ഷനായിരുന്ന ശിവകുമാർ. DKയുടെ സംഘടനാ പാഠവും BJPക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് കോൺഗ്രസിന് അന്ന് കരുത്തായത്. മുൻപ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ DKയെ ജയിലിലിട്ട് തകർക്കാൻ നോക്കിയതാണ് BJP. എന്നാൽ BJPയുടെ ആ നീക്കങ്ങളൊന്നും വിജയിച്ചില്ല. ജയിലിൽ നിന്നിറങ്ങി കൂടുതൽ കരുത്തനാവുകയാണ് DK ചെയ്തത്. അവിടെ നിന്നാണ് സോണിയാഗാന്ധിക്ക് നൽകിയ വാക്കുപാലിച്ച് സംസ്ഥാനത്ത് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത്. BJPക്ക് മുന്നിൽ തകർന്നിട്ടില്ല. പിന്നെയാണ് സ്വന്തം പാർട്ടിയിലെ MLA-മാരുടെ രാജിഭീഷണിക്ക് മുന്നിൽ DK തകരുക. ശിവകുമാറിന്റെ താക്കീതോടെ പാർട്ടിയിലെ അതൃപ്തികൾ ഒരു പരിധിവരെ ഇല്ലാതാകുമെന്നാണ് വിലയിരുത്തുന്നത്. പാർട്ടിയാണ് പ്രധാനമെന്ന ശിവകുമാറിന്റെ വാക്കുകളിൽ എല്ലാമുണ്ട്. പാർട്ടിയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പായും അതിനെ വ്യാഖ്യാനിക്കാം. കാരണം മുൻപ് സ്വന്തം പാളയത്തിലെ MLA-മാരുടെ കാലുവാരലിലൂടെ പാർട്ടിക്ക് ഭരണം നഷ്ടമായത് DKയുടെ ഓർമ്മകളിലുണ്ട്. കോൺഗ്രസ് JDS സഖ്യ സർക്കാരിന്റെ ഭരണകാലത്ത് BJPയുടെ ഓപ്പറേഷൻ ലോട്ടസിലൂടെ 16ഓളം MLA-മാരാണ് പാർട്ടി വിട്ടത്. അന്ന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നിരന്തരം രാജിഭീഷണി മുഴക്കി ഒടുവിൽ രമേശ് ജാർക്കിഹോളിയുടെ നേതൃത്വത്തിലാണ് പാർട്ടിയെ വഞ്ചിച്ച് ഒരു കൂട്ടം MLA-മാർ രാജിവെച്ചത്. അങ്ങനെ കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി BJP ഭരണം പിടിച്ചു. പാർട്ടി വിട്ടവർ പിന്നീട് BJP ടിക്കറ്റിൽ ജയിച്ചു കയറി മന്ത്രിമാരാകുന്നതിനും കർണാടക സാക്ഷ്യം വഹിച്ചു. സമാനമായ സാഹചര്യത്തിന് കളമൊരുക്കാനാകാം ഇപ്പോൾ ചിലർ രാജിഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് BJPയിൽ നിന്ന് കോടികൾ വാങ്ങിയാണ് MLA-മാരെല്ലാം പാർട്ടി വിട്ടത്. മറുവശത്ത് നോട്ടുകെട്ടുകളുമായി BJP തക്കം പാർത്തിരിക്കുകയാണ്. BJPയെ കാണിച്ച് രാജിഭീഷണി മുഴക്കിയാൽ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാമെന്നായിരുന്നു MLA-മാരുടെ മോഹം. എന്നാൽ ആ മോഹങ്ങൾക്കാണ് ശിവകുമാർ ഒറ്റ ഡയലോഗിലൂടെ തടയിട്ടിരിക്കുന്നത്.